Hello students, welcome to computer science class. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ 4th ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, 4th ലെസൻ്റെ തന്നെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 3rd ലെസൺ വരെ കണ്ടിരുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. അതായത് CPP എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൽ വരുന്ന കുറേ കൺസെപ്റ്റുകൾ, അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ, അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, C++ൻ്റെ കാര്യങ്ങൾ. ഓക്കെ, 3rd ലെസൺ വരെ. ഇനി നമ്മൾ 4th ലെസൺ തൊട്ട് വേറൊരു കൺസെപ്റ്റിലേക്കാണ് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ലാസ്റ്റ് ലെസൺസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ വേറൊരു നെറ്റ്വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, ഇൻ്റർനെറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ലാസ്റ്റത്തെ 2 ലെസനൊക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ 4th ലെസൺ തൊട്ട് വരുന്നത്. അപ്പോൾ 3rd ലെസൺ വരെ CPP ആയിരുന്നു, അത് അവിടെ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വേറൊരു കൺസെപ്റ്റിൽ യാതൊരുവിധ എന്താ പറയുക കണക്ഷൻ ഇല്ലാത്ത ഒരു ഇതാണ്, അതായത് 4th ലെസൺ തൊട്ടുള്ള ടോപ്പിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 4th ലെസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെസൻ്റെ നെയിമാണ് വെബ് ടെക്നോളജി. ഓക്കെ, വെബും അല്ലേ ടെക്നോളജിയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡുകളാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വെബ്, ഇൻ്റർനെറ്റ് അല്ലേ, നമ്മളിപ്പോൾ എന്താ ക്ലാസ്സുകൾ വരെ ഓൺലൈൻ, നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ അറിയാം, നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ നമ്മൾ ത്രൂ ഓൺലൈൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കൺസെപ്റ്റുകൾ, അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് വെബിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്, വെബുകൾ എങ്ങനെ, അതായത് വെബ്സൈറ്റുകൾ, വെബ് പേജസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം വെബ് പേജസ് അല്ലേ, ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വെബ് പേജിൽ നമ്മൾ എന്താ HTML യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ HTML പഠിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ലാംഗ്വേജ് പഠിക്കാൻ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, 3rd ലെസൺ വരെ വേറെ CPP ആയിരുന്നു. ഈ 4th ലെസൺ തൊട്ട് ഇനി വേറൊരു എന്താ പറയുക വേറൊരു ലാംഗ്വേജിലേക്ക് കടക്കാൻ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ 4th ലെസൺ എന്ന് പറയുന്നത് വെബ് ടെക്നോളജി ആണ്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ ലെസൻ്റെ ഒരു ഓവർവ്യൂ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് 2 ടോപ്പിക്കാണ് ഇതിൽ. അതായത് കമ്മ്യൂണിക്കേഷൻ ഓവർ ദ ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞു ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളെന്താ എല്ലാതും ത്രൂ ഓൺലൈൻ അല്ലേ, ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കാണുന്നു, സാധനങ്ങൾ മേടിക്കുന്നു അല്ലേ, ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ ഓൺലൈൻ സൈറ്റുകൾ വെച്ചിട്ട് ആ സൈറ്റുകളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ദെൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഓൺലൈൻ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒക്കെ അവിടെ എന്താ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് അല്ലേ, ഇൻ്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ എങ്ങനെയാണ് നടക്കണേ, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും നമ്മൾ. ദെൻ അതിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്നുള്ളത്. ഓക്കെ, എന്തൊക്കെ ടെക്നോളജിയാണ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണമെന്നുള്ളത് നോക്കും. ദെൻ നമുക്കറിയാം അങ്ങനെ നമ്മൾ പറഞ്ഞു എന്താ വെബ്സൈറ്റുകൾ അല്ലേ, വെബ് പേജസ് എന്നൊക്കെ പറഞ്ഞ സംഭവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ വെബ് പേജുകളൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, HTML വേറൊരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഡിസൈനിങ്, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നടക്കുന്നത്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പോലെയല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാനും ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ലാബ് ഉണ്ട് ഇതിൻ്റെ. ഓക്കെ, പ്രാക്ടിക്കലൊക്കെ വരുന്നതാണ്, നമുക്ക് നന്നായിട്ട് ചെയ്യാനും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, മെയിനായിട്ട് 2 ടോപ്പിക്കാണിത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കണതെന്ന്, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താണ്, ദെൻ എങ്ങനെയാണ് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെബ് പേജുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ലെസൻ്റെ ഒരു ഓവർവ്യൂ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുമ്പോൾ അറിയാം. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മളൊന്നും കൂടി അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് വെബ് പേജ്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, വെബ് പേജുകൾ ആണ് അതായത് നമ്മൾ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. നമ്മൾ എക്സാമിൻ്റെ റിസൾട്ട് അല്ലേ, ഇപ്പോൾ +1ൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, DHSCയുടെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, അതായത് നമ്മൾ ആ സൈറ്റിൽ അല്ലേ വെബ്സൈറ്റിലേക്കാണ് പോണത്. വെബ്സൈറ്റിൽ നമ്മൾക്ക് എന്താ റിസൾട്ടുകളൊക്കെ നോക്കാൻ കിട്ടുമ്പോൾ ഓരോ പേജുകൾ അല്ലേ, വെബ് പേജുകളായിട്ടാണ് നമുക്ക് പെർട്ടിക്കുലർ വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വെബ് പേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വെബ് പേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിൽ കുറേ അല്ലേ ഇമേജസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഓഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഗ്രാഫിക്സ്
ഉണ്ടായിരിക്കും, വീഡിയോ ആയിട്ടുണ്ടായിരിക്കും, അല്ലെ? ഓരോ വെബ് പേജിൽ നമുക്ക് പറഞ്ഞു നേരത്തെ വെബ് പേജുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്താ HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു, അല്ലേ? HTML എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, അതായത് ഒരു ലാംഗ്വേജ് തന്നെയാണ്, അതായത് ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് തന്നെയാണെന്ന് നമുക്ക് പറയാം ഈ HTML. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. നമ്മൾ വെബ്സൈറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് HTML. ഓക്കെ, അപ്പോൾ വെബ് പേജ് എന്താണെന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഓരോ പേജുകളായിട്ട്, അല്ലേ, ഇൻഫർമേഷൻ നമ്മൾ ഓരോ പേജുകളായിട്ട് വെക്കുന്നു. ഇപ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ തന്നെ എന്താ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്കൂളിൻ്റെ ഇപ്പോൾ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ്, അല്ലേ, അബൌട്ട് സ്കൂൾ, അതൊരു പേജായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ എന്താ സ്കൂളിലെ കോഴ്സുകൾ, അല്ലേ, സ്കൂളിലെ എന്തൊക്കെ കോഴ്സുകളുണ്ട്, പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് ആരാ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഓരോ പേജുകളായിട്ട്, അല്ലേ. ഈ പേജുകളുടെ ഒക്കെ ഒരു കളക്ഷനാണ് എന്ത് വെബ്സൈറ്റ്, അതായത് കളക്ഷൻ ഓഫ് വെബ് പേജസ്. ഈ പേജുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിങ്ക്, അതായത് ഒന്നിച്ചാക്കിയിട്ടാണ് നമുക്ക് ഒരു വെബ്സൈറ്റ് കിട്ടണത്. ഓക്കെ, ഇപ്പോൾ വെബ് പേജ് എന്താണെന്ന് കണ്ടു, വെബ്സൈറ്റ് എന്താണെന്ന് കണ്ടു. ദെൻ ഇനി വെബ് സർവർ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? സർവർ ഡൗൺ ആയ കാരണം നമുക്ക് സൈറ്റ് കിട്ടണില്ല എന്നൊക്കെ, അല്ലേ? അതായത് കളക്ഷൻ ഓഫ് വെബ്സൈറ്റുകൾ, അതായത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അല്ലേ? നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഡെയിലി തന്നെ നമ്മുടെ ഇഷ്ടം പോലെ വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ, അല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ഫുൾ ഓൺലൈൻ, അല്ലേ? ആ ഒരു വേർഡ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടായിരിക്കും, ആമസോൺ, ഫ്ലിപ്കാർട്ട്, അല്ലേ? അതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ഇതിനൊക്കെ നമുക്ക് എന്താ ഓരോ വെബ്സൈറ്റുകളുണ്ട്, അല്ലേ? ഈ വെബ്സൈറ്റുകളെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ വെബ് സർവറിൽ. ഓക്കെ, ഈ വെബ് സർവറൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നതാണ് വെബ് സർവർ. നമ്മൾ ഫസ്റ്റ് ഇയറിലും കേട്ടിട്ടുണ്ട് ഇതൊക്കെ, അല്ലേ? വെബ് സർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പറഞ്ഞെന്താ പവർഫുൾ കമ്പ്യൂട്ടറാന്ന് പറഞ്ഞു, അല്ലേ? ഒരു പവർഫുൾ കമ്പ്യൂട്ടറാണ്. അപ്പോൾ പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പവർഫുൾ മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ ഒരു സാധാരണ നോർമൽ കമ്പ്യൂട്ടറിന് എന്തൊക്കെയുണ്ട്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, അല്ലേ? പിന്നെ അതിലെന്താ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മളെ വെബ് സർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എന്താ ഇറ്റ് ഈസ് എ പവർഫുൾ കമ്പ്യൂട്ടറാണ്. അതിൽ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, പിന്നെ എന്തുണ്ടായിരിക്കും? സർവർ സോഫ്റ്റ്വെയർ, അതായത് വെബ് സർവർ. ഈ വെബ്സൈറ്റുകൾ ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? വെബ് സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ സർവർ സോഫ്റ്റ്വെയർസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വെബ് സർവർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വെബ് പേജ് പറഞ്ഞു, വെബ് പേജിൽ നിന്ന് വെബ്സൈറ്റ് വന്നു, വെബ്സൈറ്റിൽ നിന്ന് എന്ത് വരുന്നു? നമ്മൾ വെബ് സർവറിലേക്ക് വന്നു. ഓക്കെ, ഇനി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും URL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അല്ലേ? URL നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞു? ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സർവറിലേക്ക്, അതായത് നമ്മളിപ്പോൾ നമ്മളുടെ അല്ലേ ക്ലയൻറ്റ് സർവറൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, അല്ലേ? ഇപ്പോൾ നമ്മൾ ആമസോണിൻ്റെ സൈറ്റ് തന്നെ എന്ത് ചെയ്യുന്നു? ആമസോണിൻ്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം അവിടെ? ആമസോൺ, അല്ലേ? ഗൂഗിൾ എടുത്തിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഏതാണോ നമ്മളുടെ ബ്രൗസർ അത് എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു URL കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ, അല്ലേ? ഒരു യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് ഒരു URL ആണ് നമ്മൾ അവിടെ കൊടുക്കണം. ആ URL ആണ് എന്ത്, അല്ലേ? റിക്വസ്റ്റ് ആയിട്ട് പോയിട്ട് എന്താ സർവറിൽ പോവും, പർട്ടിക്കുലർ സർവറിൽ പോവും, അല്ലേ? അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. URL പോകണു, ദെൻ പർട്ടിക്കുലർ ഇതിൻ്റെ IP അഡ്രസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നെക്സ്റ്റ് ടോപ്പിക് അതാണ് വരുന്നത്. അപ്പോൾ URL എന്ന് പറഞ്ഞൊരു ടേം നമുക്കറിയാം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ഇനി അടുത്തതും കേട്ടിട്ടുണ്ടാവും DNS, ഡൊമൈൻ നെയിം സിസ്റ്റം, അല്ലെ? ഡൊമൈൻ നെയിം സർവർ എന്നൊക്കെ പറയും, DNS, അല്ലേ? DNS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? അതായത് നമ്മൾ പറഞ്ഞു എന്താ ഓരോ വെബ്സൈറ്റുകൾക്കും, അല്ലേ, ഓരോ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ പറഞ്ഞു ഓരോ നമ്മുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റ്, ഇപ്പോൾ ബാങ്കിന് പർട്ടിക്കുലർ ബാങ്കിന് വേറൊരു വെബ്സൈറ്റ്, അല്ലേ? അപ്പോൾ അതിനൊക്കെ നമ്മളെന്താ ഒരു DNS നെയിം ഉണ്ട്, അതായത് ഓരോ DNS ഉണ്ടായിരിക്കും, ഡൊമൈൻ നെയിം സിസ്റ്റംസ്, അതായത് ഓരോന്നിനും ഓരോ ഡൊമൈൻ നെയിംസ് ഉണ്ടായിരിക്കും. അതെന്തിനാ? നമ്മൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓരോ സൈറ്റുകളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾക്ക് മെമ്മറൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അത് കമ്പ്യൂട്ടറിൽ, അല്ലേ? ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സുകൾ, അതായത് നമ്മൾ പറഞ്ഞു എന്താ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ടിട്ടുണ്ട് എന്താ നെറ്റ്വർക്കിൽ എല്ലാ സിസ്റ്റംസും കണക്റ്റഡ് ആയിരിക്കും. എങ്ങനെ കണക്ട് ചെയ്യുന്നു? അതിൻ്റെ IP അഡ്രസ്സ്, അല്ലേ? IP എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ IP അഡ്രസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാകും കുറേ നമ്പറുകൾ, അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ നമ്പറുകൾ പോലെ ആയിരിക്കും, അല്ലേ?
സീറോസ് ആൻഡ് വൺസിൻ്റെ ഓരോ നമ്പറുകളായിരിക്കും. ഈ നമ്പർ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ രീതിയിൽ അതിനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ DNS എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഈ DNSൽ നിന്ന് പിന്നെ എന്താ IP അഡ്രസ്സ്, പർട്ടിക്കുലർ IP അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ആ റിക്വസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ടാണ് നമുക്ക് തിരിച്ച് നമ്മൾക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ DNS എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഡൊമൈൻ നെയിം സിസ്റ്റം. ഇനി നെക്സ്റ്റ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോകോൾസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. പ്രോട്ടോകോൾസ് ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ കൊറോണയുടെ ടൈം വന്നപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഗവൺമെൻറ് പറയുന്ന പ്രോട്ടോകോൾസ് അല്ലേ, നമ്മൾ നന്നായിട്ട് എന്താ അനുസരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ. പ്രോട്ടോകോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുറച്ച് പ്രോട്ടോകോൾസ് പഠിച്ചിട്ടുണ്ട്. നെറ്റ്വർക്കിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർനെറ്റിൻ്റെ കേസിൽ വന്നപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഫസ്റ്റത്തെ പ്രോട്ടോകോൾ തന്നെ, അതായത് IP പ്രോട്ടോകോൾ അല്ലേ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. നമ്മൾ പറഞ്ഞ എന്താ നമ്മളുടെ ഇതിൽ വരുന്ന ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇതിൽ വരുന്ന സിസ്റ്റംസിനെല്ലാതും എന്താ അല്ലേ, നമ്മളിപ്പോൾ നമ്മളുടെ വീട്ടിലിരുന്നിട്ടാണ് അല്ലേ റിക്വസ്റ്റ് എവിടെയുള്ള സൈറ്റ് അല്ലെങ്കിൽ എവിടെയുള്ള സൈറ്റാണ് ഇപ്പോൾ ബാങ്കായാലും ബാങ്കിൻ്റെ സൈറ്റ് ആയാലും എന്തായാലും അല്ലേ. അപ്പോൾ നമ്മൾ എവിടെ ഇരുന്നിട്ടാണ് ഈ റിക്വസ്റ്റ് കൊടുക്കുന്നത് അല്ലേ, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് നമുക്ക് തന്നെ കിട്ടണം അല്ലേ. എന്ത് റിക്വസ്റ്റ് കൊടുത്താലും നമുക്ക് അതിനൊരു റെസ്പോൺസ് കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് ഏത് സിസ്റ്റത്തിൽ നിന്നാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ സിസ്റ്റത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ IP അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ അല്ലേ കണക്റ്റഡ് ആയിരിക്കും. വെബിൽ നമ്മൾ നമ്മുടെ സിസ്റ്റംസ് IP അഡ്രസ്സ് വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ളൊരു പ്രോട്ടോകോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, TCP/IP പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ IP ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലേ. TCP/IP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, TCP/IP യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോട്ടോകോളാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ അല്ലേ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ദെൻ ഇതെന്താണെന്ന് നമ്മളിപ്പോൾ പറയും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞതാണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു ഇമെയിൽസ് അല്ലേ, ഇമെയിൽസൊക്കെ നമുക്ക് അയക്കേണ്ടി വരും അല്ലേ, സെൻഡ് ചെയ്യേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നമ്മൾ അപ്പോൾ ആ ഇമെയിൽസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസാണ് SMTP. നെക്സ്റ്റ് കണ്ടിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലേ. നമ്മൾ പറഞ്ഞു വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ടാന്ന് പറഞ്ഞു, HTML ആണ് അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു അല്ലേ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനത്തെ വെബ് പേജുകൾ, വെബ്സൈറ്റുകൾ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമ്മൾ ഒരുപാട് വേറെ പ്രോട്ടോകോൾസ് കേട്ടിട്ടുണ്ടായിരിക്കും. FTP അല്ലേ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മൾ കേട്ടിട്ടുണ്ട് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല നെറ്റ്വർക്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റത്തിൽ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്ത് വേണം, ഇന്ന പോലെ അല്ലേ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. എല്ലാ ഫയൽസും എല്ലാവർക്കും സെൻഡ് ചെയ്യാൻ പാടില്ല അല്ലേ. അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് നടക്കുമ്പോഴും അവിടെ അല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴും അവിടെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ അതെന്താണെന്നാണ് നമ്മളിനി ഇവിടെ നോക്കാൻ പോണത്. ഇവിടെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും ഒരു പിക്ചർ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം പിക്ചർ തന്നെയാണ്. നമ്മൾ TCP/IP എങ്ങനെയാണ്, അതായത് TCP പ്രോട്ടോകോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെൻഡർ ഉണ്ട്, പിന്നെ ഒരു റിസീവർ ഉണ്ട് അല്ലേ. സെൻഡർ സിസ്റ്റം, അതായത് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കണു, എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചൊരു റിക്വസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും, മീൻസ് റെസ്പോൺസ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു സെൻഡർ സിസ്റ്റം ഉണ്ട്, ഒരു റിസീവർ സിസ്റ്റം ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിയേ TCP/IP എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയാൻ പോണത്. ഓക്കെ, TCP/IP നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻഡറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. സെൻഡർ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഡാറ്റാനെ അല്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ എന്ത് വേണമെങ്കിലോ നമ്മളിപ്പോൾ ഒരു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, ഒരു സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ഡാറ്റാനെ സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, TCP/IP നമ്മൾ പറഞ്ഞു അല്ലേ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാന്ന് പറഞ്ഞു TCP/IP. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ TCP ഈ സെൻഡറിൽ TCP എന്ത് ചെയ്യും, ആ ഡാറ്റാനെ എന്ത് ചെയ്യും, സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും.
ഓക്കെ, അതായത് വലിയൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫയലായിരിക്കും. ആ ഫയലിനെ എന്ത് ചെയ്യും, സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആരും ഈ TCP പ്രോട്ടോക്കോൾ. അതായത് സ്മോൾ പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ പാക്കറ്റ്സും ഈ വൺസ് ആൻഡ് സീറോസ് വെച്ചിട്ട് അല്ലേ, നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് ആൻഡ് സീറോസിൽ. അപ്പോൾ ഇങ്ങനെ വൺസ് ആൻഡ് സീറോസിൻ്റെ ഇത് വെച്ചിട്ട് എന്ത് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതായത് സ്മോൾ പാക്കറ്റുകളാക്കി അതിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 നോക്കിയേ, ദ പാക്കറ്റ് ട്രാവൽസ് ഫ്രം റൂട്ടർ ടു റൂട്ടർ ഓവർ ദ ഇൻ്റർനെറ്റ് അക്കോർഡിംഗ് ടു ദ IP അഡ്രസ് അല്ലേ. അപ്പം നമ്മളെന്താ സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യാണ് അല്ലേ, എന്തോ ഒരു ഫയൽ സെൻഡ് ചെയ്യാണ്. അപ്പം നമുക്കെന്താ ഈ നമ്മൾ റൂട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ട് ഇല്ലേ, നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. റൂട്ടർ, ബ്രിഡ്ജ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഒരു സെൻറ്റർ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിക്വസ്റ്റ് അല്ലേ സെൻറ്റർ അല്ലെങ്കിൽ റിസീവർ ഏതാണെന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. റൂട്ടർ അങ്ങനത്തെ നെറ്റ്വർക്കിംഗ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പർട്ടിക്കുലർ അല്ലേ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ആ IP അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ റൂട്ടറുകൾ, ഒരുപാട് റൂട്ടറുകൾ ഉണ്ടാവും. ആ റൂട്ടറുകളാണ് എന്ത് നമ്മളുടെ ഈ ഡാറ്റ പാക്കറ്റ്സിനെ എന്താ പല വഴിക്കില്ലേ റൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, TCP/IPയുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് തന്നെ എന്താ പാക്കറ്റുകൾ അല്ലേ ഫ്രം റൂട്ടർ ടു റൂട്ടർ പോവും അല്ലേ. ഈ റൂട്ടർ ടു റൂട്ടർ പോകണമെങ്കിലും എല്ലാ പാക്കറ്റുകളും ഒരേ റൂട്ടിൽ കൂടെ ആയിരിക്കില്ല. അതായത് പല റൂട്ടറിലേക്ക് അല്ലേ പല റൂട്ടിൽ കൂടെ അത് പോകുന്നുണ്ടായിരിക്കും. എവിടേക്ക്, കറസ്പോണ്ടിങ് IP അഡ്രസ്സ് അല്ലേ എന്താണോ ഡെസ്റ്റിനേഷൻ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അത് പോകുന്നുണ്ടായിരിക്കും, സെൻഡ് ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇതിൽ കൂടെ എന്നെ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിക്കുള്ള എന്തെങ്കിലും അല്ലേ ട്രാഫിക്കൊക്കെ മീൻസ് നമ്മൾ നെറ്റൊക്കെ അങ്ങനെ സ്ലോ ആകുമ്പോൾ പറയും അല്ലേ ഭയങ്കര എന്താ പറയുക നെറ്റ് ജാമായിരിക്കുക എന്നൊക്കെ പറയും അല്ലേ. അതായത് അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാക്കറ്റുകൾ ഡാറ്റനെ ഒറ്റൊരു റൂട്ടിൽ കൂടി ആയിരിക്കില്ല എന്താ പറയുക സെൻഡ് ചെയ്യേണ്ടായിരിക്കുക, പല റൂട്ടേഴ്സിൽ കൂടി ആയിരിക്കും എന്ത് സെൻഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ട, റൂട്ടർ ടു റൂട്ടർ ഇങ്ങനെ അത് പോകണ്ടാവും. ഇതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ എന്താ പറയുക അല്ലേ, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണു, നമുക്ക് എന്താ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഒരാൾ സെൻഡ് ചെയ്ത ഫയൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാണ് പല വഴിയിൽ കൂടെ പല റൂട്ടറിൽ കൂടെ അല്ലെങ്കിൽ പല സെർവറിൽ നിന്നുള്ളതൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, പാക്കറ്റ്സിനെ അല്ലേ ഒരു റൂട്ടറിൽ ടു റൂട്ടർ എന്ത് ചെയ്യുന്നു, അത് സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പാക്കറ്റുകൾ അല്ലേ എങ്ങനെ അക്കോർഡിംഗ് ടു IP അഡ്രസ്. ഇനി നോക്ക് നമ്മൾ അതിൻ്റെ തേർഡ് സ്റ്റെപ്പിൽ എന്താ പറയുന്നത് വെച്ചാൽ TCP റീഅസംബിൾസ് ദ ഡാറ്റ പാക്കറ്റ് ബാക്ക് ടു ഒറിജിനൽ ഫോം. അതായത് ഇപ്പോൾ നമ്മളുടെ റൂട്ടറുകളിൽ കൂടെ പോയിട്ട് എന്തായി ആ ഡാറ്റ പാക്കറ്റ്സുകളെല്ലാതും എന്തായി നമ്മളുടെ ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക് എത്തി. ഓക്കെ, എവിടേക്കാണോ നമ്മൾ സെൻഡ് ചെയ്ത് അവിടേക്ക് എത്തി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു അവിടെ ആ സിസ്റ്റത്തിലും എന്തുണ്ടായിരിക്കും TCP പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും അല്ല, TCP ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, അത് നമ്മളുടെ ഈ പാക്കറ്റുകളെ റീഅസംബിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടല്ലേ സെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനെല്ലാത്തിനും എന്താ റീഅസംബിൾ ചെയ്തിട്ട് നമ്മളുടെ ഒറിജിനൽ ഫയലായിട്ട് എന്ത് കിട്ടും, ഒറിജിനൽ ഫോമിലേക്ക് എന്ത് ഈ റിസീവർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് അതിനെ റിസീവ് ചെയ്യും. ഓക്കെ, അപ്പോൾ TCP/IPയുടെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സ്റ്റെപ്പ് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. സെൻറ്റർ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും അല്ലേ, പാക്കറ്റ് ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ അതിനെ ആദ്യം എന്ത് ചെയ്തു പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഈ പാക്കറ്റുകൾ ആ കറസ്പോണ്ടിങ് IP അഡ്രസ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും പല റൂട്ടേഴ്സിൽ കൂടെ പോകണ്ടായിരിക്കും. റൂട്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് പല റൂട്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളുടെ റൂട്ടിങ് അല്ലേ, റൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തു അല്ലേ, റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിക്വസ്റ്റ് എന്താ പല റൂട്ടേഴ്സിൽ കൂടെ പോയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെറ്റ്വർക്കിങ്ങിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഈ റൂട്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഈ റൂട്ടേഴ്സിൽ കൂടെ പല റൂട്ടേഴ്സിൽ കൂടിയാണ്, അതായത് ഒറ്റൊരു റൂട്ടിൽ കൂടി ആയിരിക്കില്ല അത് പോകണം. ഡിഫറെൻറ്റ് റൂട്ടേഴ്സിൽ കൂടെ പോയിട്ട് എന്ത് ചെയ്യും റിസീവറിലേക്ക് എത്തും അല്ലേ. റിസീവറിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ റെസിപ്പിയൻ്റെയിലേക്ക് എത്തുമ്പോൾ അതെന്ത് ചെയ്യും അവിടുത്തെ TCP എന്ത് ചെയ്യും അതിനെ വീണ്ടും റീഅസംബിൾ ചെയ്യും. വീണ്ടും ആ ഡിവൈഡ് ചെയ്തതിനൊക്കെ റീഅസംബിൾ ചെയ്തിട്ട് നമുക്ക് എന്താ ഒറിജിനൽ ഫയലായിട്ട് കിട്ടും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് കമ്മ്യൂണിക്കേഷൻ വെബിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. TCP/IP പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മളുടെ വെബിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് ആ ഒരു ടോപ്പിക്കിലേക്ക് വരാണ്. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനിയാണ് നമ്മളുടെ ടോപ്പിക്കിലേക്ക് ശരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് എങ്ങനെയാണ് നടക്കണതെന്ന് കണ്ടു അല്ലേ. ഇനി നമ്മൾക്ക് പറയാം ഇതിനെ നമ്മളെന്താ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബിൽ നമ്മളെന്താ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ക്ലയൻറ്റ് ടു സെർവറും വെബ് സെർവർ ടു വെബ് സെർവറും. ഇതിൽ ഈ രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ എന്താ വെബ് സെർവർ ടു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ പിക്ചർ കാണുന്നുണ്ടായിരിക്കും, നമുക്കറിയാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ ഫോണിൽ കൂടെ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫോണിൽ നിന്ന് നമ്മൾ പല പല കാര്യങ്ങൾ ഇപ്പം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കാണുന്നു. ഫോണിൽ നിന്ന് തന്നെ നമ്മൾ എന്താ ഐറ്റംസ് ഓർഡർ ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് എന്താ കമ്പ്യൂട്ടർ മീൻസ് കമ്പ്യൂട്ടർ വെച്ചിട്ട് PC വെച്ചിട്ട് ചെയ്യാം മൊബൈൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ PC വെച്ചിട്ട് ചെയ്താലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്താ നമ്മൾ ചിലപ്പോൾ ടാബ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ മൊബൈലിലായിരിക്കില്ല ക്ലാസ് കാണുന്നത്, എല്ലാവരും ടാബിലായിരിക്കില്ല പല പല ഡിവൈസുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെറ്റ് നമ്മളുടെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നോക്കുക നമ്മളുടെ ഈ ക്ലയൻറ്റ് എന്ന് പറഞ്ഞത് എന്ത് വേണമെങ്കിലും ആവാം. മീൻസ് എന്താ PC ആവാം മൊബൈലാവാം അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവായിരിക്കാം എന്ത് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ക്ലയൻറ്റുകൾ റിക്വസ്റ്റ് കൊടുക്കണു. ഓക്കെ, ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കണു ആർക്ക് സെർവറിന് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കണു ആമസോണിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് എന്താ ആമസോണിൻ്റെ സൈറ്റ് തന്നെയാണോ നമ്മൾ എന്തെങ്കിലും ഐറ്റം ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു ഈ റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മളുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു റിക്വസ്റ്റ് കൊടുക്കാൻ പോകണം. റിക്വസ്റ്റ് എങ്ങനെ കൊടുക്കാം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കും ഈ ബ്രൗസറാണ് ഇവിടുത്തെ എന്ത് ക്ലയൻറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ആ ബ്രൗസർ എടുക്കും. ഇപ്പോൾ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ് അങ്ങനത്തെ ഒരുപാട് ബ്രൗസേഴ്സ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ബ്രൗസറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു റിക്വസ്റ്റ് കൊടുക്കണു ദെൻ അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു കറസ്പോണ്ടിങ് സെർവർ അതെവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവിടേക്ക് പോകണു. തിരിച്ച് സെർവർ എന്ത് ചെയ്യുന്നു നമുക്ക് റെസ്പോൺസ് തരുന്നു ഇത് എന്താ ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെയല്ലേ നടക്കുന്നത് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മളുടെ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെക്യൂരിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല നമ്മളിപ്പോൾ എന്താ നമ്മളുടെ ഫോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ ചെയ്യുക റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു റെസ്പോൺസ് തിരിച്ച് കിട്ടും പക്ഷേ നമുക്ക് അത് ബാങ്കിങ് സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ബാങ്കിൻ്റെ സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് ക്ലയൻറ്റും സെർവറും തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തായിരിക്കണം അപ്പോൾ അവിടെ സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പേയ്മെൻറ്റൊക്കെ ഓൺലൈനായിട്ടൊക്കെ ചെയ്യുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ജനറലി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു സെക്യൂരിറ്റി കുറവാണ്, അതായത് ഓതൻറ്റിക്കേഷൻ സെക്യൂരിറ്റി കുറവാണ്. പക്ഷെ നമ്മൾ ബാങ്കിങ് സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കണം ഈ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു. ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു റിക്വസ്റ്റ് കൊടുക്കണം ആർക്ക് സെർവറിന്. സെർവർ ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു തിരിച്ച് റെസ്പോൺസ് കൊടുക്കണു. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് എന്താ എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, അതായത് നമ്മൾ ഇതിൽ എങ്ങനെ കണക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്ന് നമ്മൾ എന്താണെന്ന് പറഞ്ഞു ബേസിക്കായിട്ട് TCP പ്രോട്ടോക്കോൾ വെച്ചിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾ എന്താ റിക്വസ്റ്റ് കൊടുക്കണം ആ ഡാറ്റേനെ ആ TCP പാക്കറ്റുകളൊക്കെ ആയിട്ടുണ്ടായിരിക്കും പക്ഷെ അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മളെന്താ ജനറലി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദെൻ വെബ് സെർവർ ടു വെബ് സെർവറും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതായത് വെബ് സെർവറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും ആ കേസ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ വെബ് സെർവർ ടു വെബ് സെർവറിന് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു യൂസർ ഉണ്ട്
ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആമസോണിൽ നിന്ന് ഒരു ഐറ്റം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണു അല്ലേ? റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അതെവിടെ പോകണു അല്ലേ? ഒരു സെർവറിൽ പോവും. ഏത് സെർവറിലായിരിക്കും പോവുക? മെർച്ചൻറ്റിൻ്റെ, അതായത് ആമസോണിൻ്റെ സൈറ്റിൽ പോവും ഇല്ലേ? ആമസോണിൻ്റെ സൈറ്റിൽ പോയിട്ടാണ് അവർ നമുക്ക് അല്ലേ, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആമസോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം നെയിം കൊടുക്കുമ്പോൾ അല്ലേ, അതിനെ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ പർട്ടിക്കുലർ സെർവറിൽ പോയിട്ടാണ് അല്ലേ നമുക്ക് തിരിച്ച് റെസ്പോൺസ് തരാം. അപ്പോൾ അതെന്ത് ചെയ്യും? അതിൻ്റെ മെർച്ചൻറ്റിൻ്റെ എന്തിൽ പോവും? വെബ് സെർവറിൽ പോവും. ഓക്കെ, ഈ വെബ് സെർവർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഐറ്റം സെലക്ട് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടായിരിക്കും? ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ? ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ പോവും അല്ലേ? പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ഗൂഗിൾ പേ അല്ലേ, പേടിഎം അല്ലേ, അങ്ങനത്തെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട് ഒരുപാട്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ചെയ്യാൻ പോണേന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ നമ്മളിവിടെ റിക്വസ്റ്റ് ടു പേയ്മെൻറ്റ് ഗേറ്റ് വേ പോകുമ്പോൾ അവിടെ എന്താ? ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് അല്ലേ? അതായത് അവിടെ ഒരു സെർവർ ഉണ്ടായിരിക്കും ഇല്ലേ? നമ്മളെങ്ങനെയാണോ എവിടെ എന്താണോ അവിടെ നമ്മൾ ഏത് ഇതിലേക്കാണോ നമ്മളിപ്പോൾ ഗൂഗിൾ പേ ആണെന്നുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്താവും? അവർക്കൊരു സെർവർ ഉണ്ടായിരിക്കില്ലേ ഇല്ലേ? അപ്പോൾ അവിടെ എന്താ? ഇപ്പോൾ മെർച്ചൻറ്റിൻ്റെ സെർവറും പിന്നെ എന്താ അവിടെ ഗേറ്റ് വേയുടെ സെർവറും തമ്മിൽ അല്ലേ, അവിടെ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? റിക്വസ്റ്റ് ഇപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്യുന്നു? ഗൂഗിൾ അതിൻ്റെ സെർവറിൽ പോവും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? റിക്വസ്റ്റ് ഫോർ എന്ത്? കൺഫർമേഷൻ അല്ലേ? അതായത് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോഴും നമ്മളുടെ എന്താ? ഗൂഗിൾ പേ വഴി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളുടെ ബാങ്കിൻ്റെ അല്ലേ, ബാങ്കിൻ്റെ സൈറ്റിലേക്ക്, അതായത് ബാങ്കിൻ്റെ സെർവറിലേക്ക് കൂടി പോകുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താ? ബാങ്കിൻ്റെ വെബ് സെർവറിലേക്ക് പോകുന്നുണ്ട് ഇല്ലേ? ആ ബാങ്കിൻ്റെ വെബ് സെർവറിൽ നിന്ന് എന്ത് പോവും? ഡീറ്റെയിൽസ് പിന്നെ മെർച്ചൻറ്റിലേക്ക് പോവും, മെർച്ചൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോവും ഇല്ലേ? ഇപ്പം നമ്മൾ എന്താ ഗൂഗിൾ പേ വഴി ആമസോണിൽ നിന്ന് ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്തു, അതിനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോണ്. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് നമ്മളിനി പേയ്മെൻറ്റ് നടത്താൻ പോകണം. അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എന്താ? അവിടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട് അല്ലേ? ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോൾ എന്താ? നമ്മളിപ്പോൾ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ റിക്വസ്റ്റ് എങ്ങോട്ട് പോവും അല്ലേ? നമ്മളുടെ ബാങ്ക് എന്താണോ ആ ബാങ്കിൻ്റെ സെർവറിലേക്ക് പോവും ഇല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നത് എന്താ? വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇനി ബാങ്കിൻ്റെ സെർവറിലേക്ക് പോവും. ബാങ്കിൻ്റെ സെർവറിലേക്ക് പോയിട്ട് തിരിച്ചെന്ത് വേണം? പർട്ടിക്കുലർ ബാങ്കിൽ നിന്ന് എന്ത് വേണം? റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? ആമസോണിൻ്റെ അക്കൗണ്ടിലേക്ക് പോകണം അല്ലേ? ആമസോണിൻ്റെ അക്കൗണ്ടിലേക്ക് പോയാലല്ലേ അത് നമ്മൾ പേയ്മെൻറ്റ് പേ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലേ നമുക്ക് പിന്നെ എന്താ? ഓർഡർ സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അല്ലേ? ഇന്ന ദിവസം ഓർഡർ എത്തും എന്ന് പറഞ്ഞിട്ട്. അത് എപ്പോഴാണ് കിട്ടുക? നമുക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണു? ഇവിടെ ബാങ്ക് വെബ് സെർവറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മെർച്ചൻറ്റിൻ്റെ വെബ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണു അല്ലേ? അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? റെസ്പോൺസ് കിട്ടും അല്ലേ? നമ്മൾ എന്താ ഓൺലൈൻ എന്താ പറയുക അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ടാവും. നമ്മളിപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും വേണമെങ്കിൽ പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഇവിടെ നിന്ന് ബാങ്കിൻ്റെ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ബാങ്കിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടും അല്ലേ? എവിടേക്ക്? പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് കിട്ടും. അതായത് ബാങ്കിൽ നിന്ന് ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, എന്താ പറയുക, നമ്മൾ പെയ്ഡ് ആയിട്ടുണ്ടെന്നുള്ളത് അല്ലേ? ദെൻ ഇനി എന്ത് കിട്ടും? പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ നിന്ന് എന്ത് കിട്ടും? ബാങ്ക് അതായത് മെർച്ചൻറ്റിന് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റെസ്പോൺസ് കിട്ടും അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ക്യാഷ് ഓൺലൈനായിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? സെർവറിൽ നിന്ന്, അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ലെങ്കിൽ എന്താ മെർച്ചൻറ്റിൻ്റെ സെർവറിൽ നിന്ന് നമുക്കൊരു റിക്വസ്റ്റ് കിട്ടും. എന്ത് കിട്ടും? അതായത് നമ്മളുടെ ഓർഡർ സക്സസ്ഫുൾ ആയി അല്ലേ? ഇന്ന ദിവസം നമുക്ക് എന്താ ഷിപ്മെൻറ്റ് ഇന്ന ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കാണാം അല്ലേ? അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നുള്ളൂ അല്ലേ? ഓൺലൈനായിട്ട് ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നുള്ളൂ, പക്ഷെ അവിടെ എത്ര സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഇവിടെ മെർച്ചൻറ്റിൻ്റെ വെബ് സെർവറിലേക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ലേ, നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് പോകുന്നുണ്ട്. അതുകൂടാതെ എന്താ അങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവരുടെ സെർവറിൽ നിന്ന് എങ്ങോട്ട് നമ്മളുടെ ബാങ്കിൻ്റെ സെർവറിലേക്കും എന്ത് വരുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം ഓൺലൈൻ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സെക്യൂർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ?
അത്രയും സെക്യൂർ ആയിട്ട്, അതായത് നമ്മളുടെ പിൻ നമ്പർ അങ്ങനത്തെ ATM ഡീറ്റെയിൽസ് അല്ലേ, അതൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സെക്യൂർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി സെക്യൂർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലയൻറ്റ് ടു സെർവറും പിന്നെന്താ രണ്ടാമത്തെ വെബ് സെർവർ ടു വെബ് സെർവറും. ഓക്കെ, ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.